the healings. വീൽ ചെയറിൽ വന്നവർ വീൽ ചെയർ വിട്ട് എഴുന്നേൽക്കുക. ക്രച്ചസുകൾ വിട്ട് നടക്കുക. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഒത്തിരി അൾസറുകൾ സൗഖ്യമാകുന്നു. ഒത്തിരി അസിഡിറ്റി ഇഷ്യൂസ് സൗഖ്യമാകുന്നു. Migraines you leave. You go in Jesus' name. Thank you, Lord. Thank you, Lord. In the name of Jesus. Ushabakarabaus. Rakatalamayantololobos. Thank you, Jesus, for the healing. Thank you, Jesus, for the deliverance. Thank you, Lord, for the miracles. Thank you for your wonderful presence, Lord. The mighty healing presence. ഒരു കൈ രോഗമുള്ള ഭാഗത്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു കരം നിങ്ങളുടെ ശിരസിൽ വെച്ച് മറുകരം ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുന്നു. Lift your hands. Thank you, Holy Ghost. Heal it now. Heal it. Heal it right now, Lord. The power of the Holy Spirit is touching you now. ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളെ തൊടുകയാണ്. Power of the Holy Spirit will touch you now. ഒരു കാറ്റടിക്കുന്നത് പോലെ ചിലരുടെ ശരീരത്തിൽ ഒരു തണുപ്പായി, ചിലർക്ക് ആ രോഗമുള്ള ഭാഗത്ത് ഇങ്ങനെ പൊള്ളുന്നത് പോലെ ഒക്കെ ഫീൽ ചെയ്യുക. That is a healing. That's a healing. യേശു നിങ്ങളെ തൊടുകയാണ്. ദൈവം തൊട്ടാൽ അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവം തൊട്ടാൽ അനുഭവങ്ങൾ ഉണ്ടാകും. യേശു നിങ്ങളെ തൊടുകയാണ്. Thank you, Holy Lord. Usher up the key, please. Lift up the key. In the name of Jesus. Name of Jesus. In the name of Jesus. Holy Ghost. Holy Spirit. Precious Holy Spirit. Fill and touch your glory now. Holy Ghost. In this side, in this ഈ ഭാഗത്തുള്ളവർ, this side, നിങ്ങൾ കൈകളെ കോർത്തു പിടിച്ച്, this side, lift your hand. കൈ അവർ മാത്രം ഉയർത്തി പിടിച്ച്. Join hand. കൈ ഉയർത്തി പിടിച്ചേ. Holy Spirit, now
Touch. Heal them right now, Lord Jesus. Join hand here. Join hand here. The power of the Lord, the precious Holy Spirit, fill your glory and a mighty power. Right now, Jesus. Right now, Jesus. Touch! Lift your hands. The power of the Holy Spirit is moving this place. I am feeling the mighty anointing. ഒരു ദൈവശക്തി ഇന്ന് എന്റെ മേളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്തുതിക്കാൻ തുടങ്ങിക്കോ. Holy Ghost, Holy Ghost. Father, in the name of Jesus, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. Precious Holy Spirit, അങ്ങയുടെ സ്പർശനം ഇപ്പോൾ ഇവർക്കുണ്ടാകണം. കൂനയായ സ്ത്രീയെ തൊട്ട് നിവർത്തിയ കരം, കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക്കിയ കരം, തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണിൽ തൊട്ട് കാഴ്ച കൊടുത്ത കരം, വിധവയായ സ്ത്രീയുടെ മകന്റെ മഞ്ചത്തിൽ തൊട്ട യേശുവിന്റെ കരം. Now Lord, touch these people. നിന്റെ കരം വിശ്വസിക്കുന്ന നിന്റെ മക്കളുടെ മേൽ വരട്ടെ യേശുവേ. എന്റെ മാനുഷിക കരമല്ല, മൈലുകൾക്കപ്പുറത്ത് നിന്ന് പല രാജ്യങ്ങളിൽ പല പട്ടണങ്ങളിൽ ഇരുന്ന് കാണുന്ന ഇവരുടെ മേളിൽ എന്റെ യേശുവിന്റെ കൈ, എന്റെ യേശുവിന്റെ കരം ഇപ്പോൾ അവരിയ്ക്കുന്ന മുറിയിൽ, ഇപ്പോൾ അവരിയ്ക്കുന്ന കാറിനകത്ത്, ഇപ്പോൾ അവരിയ്ക്കുന്ന ഹോസ്പിറ്റലിനകത്ത്, ഇപ്പോൾ അവരിയ്ക്കുന്ന ഹോട്ടലിനകത്ത്, ഇപ്പോൾ അവരിയ്ക്കുന്ന റെസ്റ്റോറന്റിനകത്ത്, wherever they are, Lord, I release the anointing of the Lord now. Holy Ghost. കൈ ഉയർത്താൻ കഴിയാത്തവർ കൈ ഉയർത്തിക്കേ. ഷോൾഡറുകൾ സൗഖ്യമായിട്ടുണ്ട്. മുട്ടുമടക്കാൻ കഴിയാത്തവർ മുട്ടുമടക്കിയേ ചെയ്തേ. ഈ ചർച്ചിൽ സ്ഥിരമായി വരുന്നവർക്കറിയാം ഇതെപ്പോഴും എപ്പോഴും ഉണ്ടാകുന്ന നിയോഗമല്ലെന്ന്. മുട്ടുമടക്കാൻ കഴിയാത്തവർ മടക്കിയേ. വെറുതെ പറയത്തില്ല. ആ മുട്ടുവേദന സൗഖ്യപ്പെട്ടിട്ടുണ്ട്. കുനിയാൻ മേലാത്തവർ കുനിഞ്ഞു നോക്കിയേ. യേശു കർത്താവ് തളർന്നു കിടന്ന രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്ക. യേശു കർത്താവ് കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ എന്ത് കാണുന്നു നോക്കുക.
രക്തസ്രവക്കാരി സ്ത്രീക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയില്ല എന്ന് കണ്ട് പുരുഷാരം കേൾക്കെ യേശു അവൾക്ക് ചെയ്തത് അവൾ അറിയിച്ചു. Check yourself. ആ ട്യൂമർ, ആ മുഴ ഇപ്പൊ അവിടെ ഉണ്ടോ നോക്കിയേ. മുമ്പ് ചെയ്യാൻ മേലാത്തത് ചെയ്തേ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. കമ്മേലാത്തവർ നടന്നു നോക്കി, ട്യൂമർ ഉണ്ടോ നോക്കി, ചെവി കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി, ചെക്ക് ചെയ്തേ. നേരത്തെ കേട്ടോണ്ടിരുന്ന ചെവി അടച്ചു പിടിച്ച്, കേൾക്കാൻ മേലാത്ത ചെവി കൊണ്ട് കേട്ടെ. എന്തേലും ഒച്ച കേൾക്കുന്നോ, ശബ്ദം കേൾക്കുന്നോ നോക്കി. കേൾക്കുന്നുണ്ടെങ്കിൽ നീ സൗഖ്യമായെന്ന. കൈ പൊക്കാൻ പറ്റിയെങ്കിൽ നീ സൗഖ്യമായെന്ന. മുട്ടുമടക്കുമ്പോൾ ഇപ്പോൾ ആ വേദനയോ ഒച്ചയോ ഇല്ലെങ്കിൽ നീ സൗഖ്യമായെന്ന. പഴയതിനേക്കാൾ നന്നായി കുനിയാൻ പറ്റുന്നെങ്കിൽ എന്തോ ഇപ്പോ സംഭവിച്ചു കഴിഞ്ഞെന്നാ അതിനർത്ഥം. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്റെ ശരീരത്തിൽ ഈ ആത്മസാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായെന്നുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. ഐ എം ഫീലിംഗ് ദ ഹീലിംഗ്, ഐ എം ഫീലിംഗ് ദ ഡെലിവറൻസ്. എന്റെ ശരീരത്തിൽ എനിക്ക് വന്നപ്പോൾ ഉള്ള അസ്വസ്ഥത ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളവർ കൈ ഉയർത്തി പിടിച്ചേ. വെള്ളത്തിൽ ഇറങ്ങിയവന് മാത്രമേ മനസ്സിലായുള്ളൂ. നീന്താൻ അറിയാവുന്നവന് നീന്താൻ അറിയാവുന്നു, നീന്താൻ അറിയാത്തവന് നീന്താൻ അറിയത്തില്ല. വെള്ളത്തിൽ ഇറങ്ങാതെ ഇത് രണ്ടും മനസ്സിലാവത്തില്ല. സൈക്കിള് ചവിട്ടിയാലേ മനസ്സിലാവത്തുള്ളൂ. സൈക്കിള് ചവിട്ടാൻ അറിയാവുന്നവന് സൈക്കിള് ചവിട്ടാൻ പറ്റുമെന്നും സൈക്കിള് ചവിട്ടാൻ അറിയാത്തവൻ തറയെ വീഴുമെന്നും. കർത്താവ് സൗഖ്യമാക്കിയൊന്ന് അറിയണമെങ്കിൽ മുൻപുണ്ടായിരുന്ന അസ്വസ്ഥത, പ്രയാസം ഇപ്പോഴുണ്ടോ എന്ന് പരിശോധിക്കണം, ചെക്ക് ചെയ്യണം. അതാ യേശു പറഞ്ഞ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക, ആളുകൾ കാണട്ടെ, നിന്റെ ഹീലിംഗ് അറിയട്ടെ. ഇതൊരു വേൾഡ് ഹീലിംഗ് മൂവാണ്. ഈ ശുശ്രൂഷയിലൂടെ അനേകരെ നോക്കിയേ, എന്നെ ശ്രദ്ധിച്ചു നോക്കിയേ. എല്ലാ മീറ്റിംഗിലും ഞാൻ പറയുന്നതാണ്. ഒരു മീറ്റിംഗിലും ഞാനിത് പറയാതില്ല. 26 വർഷമായിട്ട് ഇന്നും പറയുക. സൗഖ്യമാക്കിയത് ടിനു ജോർജ് പാസ്റ്റർ അല്ല, സൗഖ്യമാക്കിയത് ഒരു മനുഷ്യനല്ല. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയോ ഇന്ന് ഇവിടെ ഇറങ്ങിയ ആത്മസാന്നിധ്യം? അനുഭവിക്കാൻ പറ്റിയോ? എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തോ? You're healed. Amen. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരൊന്ന് കൈ ഉയർത്തിയേ. ഇപ്പൊ എനിക്ക് ആ ഷോൾഡർ വേദന ഇല്ല. ചുമ്മാ കൈപൊക്കല്ല, വെറുതെ കൈപൊക്കല്ല. എനിക്കിപ്പോ ഷോൾഡറിന് പെയിൻ ഇല്ല. എനിക്ക് ആ മുഴ ഇപ്പൊ അവിടെ കാണുന്നില്ല. എനിക്കിപ്പോ കാഴ്ചയുണ്ട്, എനിക്ക് കേൾക്കാം, എനിക്ക് നടക്കാം. എനിക്കിപ്പോ മുട്ട് പ്രയാസമില്ല, നടുവിന് പ്രയാസം തോന്നില്ല. അവർ കൈ ഉയർത്തി പിടിച്ച ഓടി മുമ്പിലെ ഒന്നോ പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. ആ കൈ ഉയർത്തി ഫ്രണ്ടിൽ വന്ന് നിൽക്കും, ഇവിടെ വന്ന് നിൽക്കും. അമ്മച്ചി, ബാക്കിയുള്ളവർ ഇരുന്നേ.
ask to them what is happening. അവരുടെ ജീവിതത്തിൽ കർത്താവ് എന്താ ചെയ്തതെന്ന് ഒരു വാക്കിൽ അവരോട് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മേളിലും ആ പ്രസൻസ് മൂവ് ചെയ്യാണ്. കർത്താവിന്റെ ശക്തി ഓരോരുത്തരെയും, വോളണ്ടിയേഴ്സിനെയും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു മഴ പോലെ ഇന്ന് പകൽ പെയ്തിറങ്ങുകയാണ്. ആത്മസാന്നിധ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് നമ്മുടെ മീറ്റിങ്ങുകളിൽ കടന്നു വന്ന് വ്യക്തിപരമായ സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടായ ധാരാളം ആളുകളുണ്ട്. തലമുറകളെ ലഭിച്ചവർ, ട്രീറ്റ്മെന്റിൽ ഇരുന്ന പല രോഗങ്ങളും പൂർണ്ണമായും കംപ്ലീറ്റായും സുഖപ്പെട്ടവർ, യേശു കർത്താവിൽ നിന്ന് അത്ഭുത സൗഖ്യങ്ങൾ സ്വീകരിച്ചവർ ഒത്തിരി പേർ ഈ കൂട്ടത്തിലിരിപ്പുണ്ട്. ജോലി കിട്ടിയവർ, വിടുതലുകൾ ഉണ്ടായവർ, വിസ ലഭിച്ചവർ, തലമുറകളെ ലഭിച്ചവർ, ദൈവത്തിൽ നിന്ന് പല നന്മകളും ലഭിച്ചവർ, അതിൽ നന്ദിയുള്ളവർ. എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി, ബ്രദറെ, പാസ്റ്ററെ, എന്റെ ജീവിതത്തിൽ എന്റെ യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ അനുഭവമുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ. മുൻപ് അനുഭവങ്ങൾ പങ്കുവെച്ചവരല്ല, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എന്റെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് ഉണ്ടായി, അവരൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ്. അവർ ഈ ഭാഗത്തേക്ക് വന്നേ. നിങ്ങൾക്ക് വരാൻ കഴിയും. ഒരു മിനിറ്റ് എടുത്ത് അതുവഴി അവരെ ഒന്ന് വിട്ടേ. സഹോദരിമാരെ, അവരെ ഒന്ന് വിട്ടേ. ഈ ഭാഗത്തേക്ക് അവർ വന്നേ. അവർക്ക് വരാൻ പറ്റും. ഒരു മിനിറ്റ് കൊണ്ട് വരാൻ പറ്റും. കർത്താവ് നമുക്ക് വിശാലമായ ഒരു ആലയം ഒരുക്കും. കർത്താവ് നമുക്ക് വിശാലമായ ഒരു ആലയം ഒരുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ജിജി പാസ്റ്റർ ഒരു വാക്യം അയച്ചു കൊടുത്തായിരുന്നു. അഡ്മിനിസ്ട്രേഷന്റെ ഗ്രൂപ്പിലും ആ വാക്യം ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ജീസസ്. 2 ദിനവൃത്താന്ത പുസ്തകം ടെലിവിഷനിൽ ആ വാക്യം ഒന്നുണ്ടാവും. 2 ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങളുടെ ദൈവം, ആ വാക്യം ഒന്ന് വായിച്ച പാസ്റ്ററെ. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത്. എന്റെ ദൈവം വലിയവനാന്ന് ഉറപ്പുള്ളവരെന്ന് കൈയടിക്കാം. Many people are healed and delivered. Amen. Amen. Yes, Pastor. പക്ഷേ ഈ സഹോദരന്റെ ജന്മന പോളിയോ വന്ന് ഈ ഇടത്തെ കൈ ഉയർത്താൻ പറ്റത്തില്ല. ഉയർത്തിക്കഴിഞ്ഞാൽ അന്നേരം ഇങ്ങനെ താഴെ പോകുമായിരുന്നു. ഇപ്പോൾ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കൈ ഉയർത്താം, യാതൊരു കുഴപ്പമില്ല. സഹോദര,
കണ്ണു നിറയുകയാണല്ലോ. പോളിയോ വന്ന് ഈ കൈ ഇവിടെ മുതൽ വണ്ണമില്ല, സപ്പോർട്ട് 2 മിനിറ്റ് പോലും ഇവിടുന്ന് പൊക്കി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഡൗൺ ആയി പോവുക. ഞാൻ ചെയ്യുന്ന കാർപ്പൻ്റർ പണിയാണ്. പക്ഷേ എനിക്ക് ദൈവം ഇത്രയൊക്കെ സഹായം ചെയ്തു. ഇപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചു, പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നു. ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു 15 മിനിറ്റോളം ഞാൻ ദൈവം സൗഖ്യമാക്കി. നേരത്തെ കൈ ഉയർത്തി പിടിക്കുമ്പോ എന്തായിരുന്നു ഉള്ള ബുദ്ധിമുട്ട്? പെട്ടെന്ന് ഡൗൺ ആയി പോവുക, താഴോട്ടങ്ങ് പോവുക. നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും? കുനിഞ്ഞിരുന്ന് നമ്മൾ ഇരുന്നാന്നൊരു ജോലി ചെയ്യുന്നേ. അപ്പം മേപ്പോട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈ പൊക്കിയുള്ള പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കൂട്ടുപണിക്കാരാണ് ചെയ്യുന്നത്. കൂട്ടുപണിക്കാരാ ചെയ്യുന്നത്. അപ്പൊ കൈ ഉയർത്തിയാൽ എത്ര നേരം വരെ കൈ ഉയർത്തായിരുന്നു? ഒരു എത്ര മണിക്കൂർ വെള്ളം നിർത്താം. ഒന്ന് ഉയർത്തി പിടിച്ച്. വേദനയൊന്നും ഫീൽ ചെയ്യുന്നില്ല? ഒന്നുമില്ല. മറ്റേ കഴിച്ചൊടിയായിരുന്നു. പോളിയോ വന്നതാ? കൊച്ചുനാളിൽ പോളിയോ വന്നതാണ്. കുഞ്ഞുനാളിൽ പോളിയോ വന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റിൽ കൂടുതൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റുകയില്ല. കൈ അങ്ങ് തന്നെ തറയിൽ പോകും. അതേ കൈ ഉയർത്തി നിൽക്കുകയാണ്. അദ്ദേഹം കരയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മേളിൽ ഒരു ദൈവശക്തി വന്നെന്നാണ്. എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് എനിക്കറിയുള്ളൂ. ഇത് ശരിക്കും സത്യമാണോ? സത്യമാണ്. ദൈവസന്നിധിയിൽ സത്യം മാത്രമേ പറയാൻ പറ്റൂ. സത്യം തന്നെ. ഞാനിത്